ഒരു കുരുന്നിനെ ഒരമ്മ പുഴയിലെറിഞ്ഞ് കൊന്നിരിക്കുകയാണ്. വളരെ ക്രൂരമായി പോയ നടപടി. അതായത് സന്ധ്യ എന്ന ഒരു യുവതിയാണ് സ്വന്തം കുഞ്ഞായ കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. എന്താണ് ഇങ്ങനെ ഇത്തരത്തിൽ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ പല സംഭവങ്ങളായി. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധം കുട്ടികളുമായിട്ടുണ്ടാവുന്നൊരു സൊസൈറ്റിയാണ് കേരളത്തിൻ്റേത്. അവിടെ സ്വന്തം നിലനിൽപ്പ് പ്രശ്നമാവുന്നൊരു സമയത്ത് ഭർത്തൃ വീട്ടിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പോൾ ഈ കേസിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ളതായിട്ട് റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് ഇനി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, പക്ഷെ വേറൊരു കുട്ടിയും കൂടി അവർക്കുണ്ട്, ആൺകുട്ടി. പക്ഷെ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടുമില്ല. ഈ കുട്ടീനെ പുഴയിലെറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റ് സംഭവങ്ങൾ പോലെ ഇപ്പം നമ്മൾ ഒരു 2 മാസം മുന്നേ ഒരു വക്കീൽ, അതും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന ഒരു സ്ത്രീ, അത് സർവൈവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരാളും യാതൊരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ, അത് ഭർത്തൃ വീട്ടിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 കുട്ടികളുമായിട്ട് പുഴയിൽ ചാടി മരിച്ചു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും കാണുന്ന ഒരു കാര്യം, ഡിപ്രഷനിൽ നിന്ന് പോകുന്ന ഒരു തരം മാനസികമായിട്ടുള്ള ധൈര്യമില്ലായ്മ സ്ത്രീകളെ ബാധിക്കുന്നു. മാത്രമല്ല ഇതിൽ ഭർത്തൃ വീട്ടിൽ നിന്ന് നിരന്തര പീഡനമേറ്റിരുന്നു. അതെ, അത് ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. മറ്റേ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഭർത്തൃ വീടുകളിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ, അതായത് പഴയ പോലെ ഇപ്പം പണ്ട് ഭർത്താവ് തല്ലിയാലും ഭർത്താക്കന്മാരുടെ പീഡനം ഉണ്ടായാലും വീടുകളിൽ കല്യാണം കഴിഞ്ഞു പോയാൽ ഭർത്താവിൻ്റെ വീടാണെന്ന് കരുതി എന്ത് പീഡനം ഏറ്റ് അത് സഹിച്ച് ജീവിക്കാൻ സ്ത്രീകൾ തയ്യാറായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ മനക്കരുത്ത് ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല. അപ്പോൾ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുക, പിന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ കുട്ടിയെയും കൊല്ലുക എന്നുള്ളതാണ് അവരിതാണ്. പക്ഷെ ഇവിടുത്തെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കുട്ടീനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അവർക്ക് കുട്ടി ഒരു ബാധ്യതയാണ് എന്ന്, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും അവരതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ഒരു കുരുന്നിനെ, അത് മാത്രമല്ല, അത് വീട്ടുകാർക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വീട്ടുകാർ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു കെയർ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഈ സ്ത്രീയുടെ വീട്ടുകാർ തന്നെ അത് പറയുമ്പോൾ അത് കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം വേറൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവര് അതിനെ ടേക്ക് കെയർ ചെയ്യണ്ടേ? അല്ലാതെ അവര് അത് ആ നിലയിൽ പ്രശ്നങ്ങളില്ല, ഒന്നുകിൽ അവരെ പ്രോപ്പറായിട്ട് മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട്. പക്ഷെ അത് മാനസിക വിഭ്രാന്തി, അതായത് പോലീസ് പറയുന്നത് ഇന്നലെ പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അതിനൊരു റീസൺ ഉണ്ടാവും. ഒന്നുകിൽ ആ റീസൺ പോലീസും കണ്ടെത്തണം. കാരണം കുട്ടിയോട് വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം അവർക്കില്ലല്ലോ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഒരു കുട്ടി അവരുടെ ലൈഫിൽ വേറെ രീതിയിൽ ബാധ്യമാണെങ്കിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു ബലമായ സംശയം, അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് ആ കുട്ടീനെ, അവരെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. നമ്മൾ കല്യാണി മോൾക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം. ഈ നാട് മുഴുവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു നിന്നിരുന്നത്. നമുക്കും ഭയങ്കര, പത്രം രാവിലെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. ഇത് ഈ സങ്കടത്തിൽ ചിത്രം വരച്ച് തന്ന ഒരു കുട്ടിയെ ഒരു ദിവസം ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കടമുണ്ടാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ ഇത്തരത്തിൽ ഈ
കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു തരം സിൻഡ്രോം അത് ഇപ്പോൾ കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ വാർത്തകൾ ഇതിന് കുറെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ പല സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇത്തരത്തില് എന്തെങ്കിലും ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അതിനൊരു ഓപ്ഷൻ കിട്ടുന്ന പോലെ വെള്ളത്തിൽ ചാടി മരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ കുട്ടികളെ ഇത് ചെയ്യണത് ഒരു തുടർ പരിപാടിയായിട്ട് വരികയാണ്. വെച്ചെങ്കിൽ സൊസൈറ്റിയുടെ മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഇടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. മാനസിക ആരോഗ്യം നമ്മളാരും തന്നെ അതിനെക്കുറിച്ച് ബോധേടല്ല. കേരളത്തിന്റെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടത്തരവൽക്കരണം എന്ന് നമ്മൾ പറയില്ലേ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കണം. ഓരോ കുടുംബത്തിലും നോക്കിയാലും അതുണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വലിയ രീതിയിൽ സർക്കാരുകൾ ഇപ്പം അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് കൗൺസിലിംഗ് നടത്താവുന്ന സെൻറ്റേഴ്സ് ആരംഭിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ സമൂഹം, ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു കേരളത്തിൻ്റെ സമൂഹം വലിയ രീതിയിൽ വികസിച്ചിരിക്കുന്നു. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ വികസനങ്ങളിൽ നടക്കുന്ന, നമ്മളൊക്കെ പലരും പറയുന്ന കോർപ്പറേറ്റ് വൽക്കരണമാണെങ്കിലും മുതലാളിത്തവൽക്കരണമാണെങ്കിലും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി വളരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൊച്ചിയൊക്കെ അത്രമാത്രം വളർന്നിരിക്കുന്നു, നമുക്ക് ഗ്രാമങ്ങളെ ഇല്ലാണ്ടായി മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇത്തരം മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, മാനസിക ആരോഗ്യത്തിന്, നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന മുറിവ് പോലെ തന്നെ മനസ്സിനും അത്തരത്തിലുള്ള മുറിവുണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അതിന് സർക്കാർ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന നിലയിലോ എന്തെങ്കിലും ഒരു സംവിധാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത് പോയി സംസാരിക്കാൻ പറ്റുന്നൊരു സംവിധാനം, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ പരമാവധി സ്ഥലങ്ങളിൽ ആരംഭിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകതയിലേക്കും കൂടിയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പൊതുവെ ഇപ്പം നമുക്കറിയാം കുടുംബങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും വൈകിട്ട് വന്ന് മൊബൈലിൽ ചുരുണ്ടുകൂടുന്ന ഒരവസ്ഥയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥനുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാകും, 2 മക്കളായിരിക്കും. അപ്പം ഇവർ 2 പേരും ജോലിയുള്ള മാതാപിതാക്കളാണെങ്കിൽ ഇവർ വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തുന്നു, ഭർത്താവ് മൊബൈലുമായിരിക്കുന്നു, ഭാര്യ മൊബൈലുമായിരിക്കുന്നു, കുഞ്ഞുങ്ങൾ മൊബൈലുമായിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടക്കുന്നില്ല. ഓരോരുത്തരും അവരവർക്ക് വിശക്കുന്ന സമയമാകുമ്പോൾ ആഹാരം കഴിക്കുന്നു, കിടക്കുന്നു. അതാണ് ശരിക്കുമുള്ള പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനമെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ അതൊരു യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ട്. പരസ്പരം ഈ വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ല. ഓരോരുത്തരും അവരവരുടെ ലോകത്തിലേക്ക് ചുരുങ്ങി പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. സ്നേഹവും ഇല്ല. പരസ്പരം ഉണ്ടാകേണ്ട ഇമോഷണൽ റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ മൊബൈല് നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മൾ മൊബൈലിലാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. എല്ലാം ഇപ്പം മറ്റേ നേരത്തെ മഞ്ഞ പത്രങ്ങൾ വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മഞ്ഞ ഇത് തേടി പോകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലുള്ള ആളുകൾ അവരിപ്പോ ഇതിലേക്ക് പരിപൂർണമായിട്ട് മാറുന്ന ഒരു ഇതാണ്. വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതും അത് ഷെയർ ചെയ്യുന്നതും ഒക്കെ നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറാം. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പിന്നെ ജോലി എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കുറഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഹാർഡ് വർക്ക് കേരള സമൂഹത്തിൽ ചെയ്യുന്നത്. അല്ലാത്ത ആളുകൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നത്. അടുക്കളയിലാണെങ്കിലും എല്ലാം വളരെ സിമ്പിളായി മാറി. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത നിലയിലേക്കായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ പൊലിപ്പിച്ച് പത്രങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത്, ഇപ്പൊ കല്യാണിയുടെ കാര്യങ്ങൾ നമ്മൾ ഇതൊരു ടെൻഡൻസി ഇതിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും കൂടി നമ്മൾ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.